മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാതെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പരിസരവുമായിട്ട് അനുരൂപനത്തിലാകാൻ കഴിയുക? ആ മറ്റുള്ളവരെ അതേ അളവിൽ തന്നെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശേഷിയെയാണ് നമ്മൾ സഹാനുഭൂതി എന്ന് പറയും. സഹാനുഭൂതിയാണ് ഇന്നത്തെ വിഷയം. അത് പറയുന്നത് ഇങ്ങനെയാണ്: എംപതി ഡീപ്പൻസ് ഹ്യൂമൻ കണക്ഷൻ ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാഷൻ. സഹാനുഭൂതി അഥവാ എംപതി. സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ വികാരവും അനുഭവവും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ്. അത് അന്ധമായ യോജിപ്പോ തെറ്റിനെ ന്യായീകരിക്കലോ അല്ല. അവിധിയോടും ബഹുമാനത്തോടും ചേർന്ന സഹാനുഭൂതി വ്യക്തികളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒളിമ്പസ് ദർശനത്തിൽ ഇത് വേർതിരിവിൽ നിന്ന് പാരസ്പര്യത്തിലേക്കും അനുഭാവത്തിൽ നിന്നും കരുണയിലേക്കും വ്യക്തിയിൽ നിന്ന് സഹജീവിതത്തിലേക്കും നയിക്കുന്ന പ്രധാന മൂല്യമാണ്. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഈ സഹാനുഭൂതി എന്നുള്ളത് നമ്മളെല്ലാവരും ലീനമായി നിൽക്കുന്ന ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അതുണ്ട്. ഈ മനുഷ്യരുടെ ആ ഒരു സഹജമായ ഒരു സ്വഭാവം തന്നെയാണ് തൻ്റെ മുന്നിലെത്തുന്ന വ്യക്തികളെ, ജീവികളെ അവരനുഭവിക്കുന്ന അളവിൽ ബോധ്യപ്പെടാനുള്ള ആ ഒരു കഴിവ്. അതായത് മറ്റൊരാളുടെ ഉള്ളിലേക്ക് നോക്കുവാനുള്ള മനുഷ്യശേഷി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മറ്റൊരാളുടെ അനുഭവത്തെ അനുഭവിക്കുന്ന അവസ്ഥ, അത് സഹ അനുഭൂതി. അയാൾ അനുഭവിക്കുന്നത് എന്ത്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അപ്പൊ അവർക്കുണ്ടാവുന്ന അനുഭൂതി എന്ന് പറയുമ്പോൾ അവരുടെ വികാരങ്ങള്, അവരുടെ കാഴ്ചപ്പാടുകള്, അവരുടെ അനുഭവങ്ങള്, അതിന് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ കാണാനുള്ള, അതിന് ഒരു പ്രത്യേകിച്ച് നീതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ നമ്മുടെ നീതിക്കനുസരിച്ച് വലിച്ചു നീട്ടാനോ വെട്ടിച്ചുരുക്കാനോ നിൽക്കാതെ അതിനെ അതേപടി കാണാനുള്ള ആ ശേഷിയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. ഈ സഹാനുഭൂതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളോട് ബ്ലൈൻഡായിട്ട് യോജിക്കുന്ന ഒരവസ്ഥയല്ല. സഹാനുഭൂതി ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എന്റെ നിലപാടുകൾ മൊത്തം ഉപേക്ഷിക്കണം എന്നുള്ളൊരവസ്ഥയുമില്ല. നമ്മൾ അതിനോട് സിമ്പിളായിട്ട് യോജിക്കുക, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോവുക എന്നുള്ള കാര്യങ്ങളല്ല. അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളിൽ നമ്മളെ വിട്ടുകളയലോ അല്ലെങ്കിൽ അവരുടെ തെറ്റിനെ ന്യായീകരിക്കലോ ഇതൊന്നുമല്ല സഹാനുഭൂതി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അതെന്താണ്, അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല അവർ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ എന്തായിരിക്കും അനുഭവിക്കുന്നത് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വികാസം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. ഈ സഹാനുഭൂതിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എന്താണുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. അവിടെ നിന്ന് വരുന്നത് എന്താണെന്ന് ശ്രദ്ധയോടെ കാണാൻ, ശ്രദ്ധയോടെ കേൾക്കാൻ, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവാണ്. അയാളുടെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടാനുള്ള ശേഷിയാണ്. അവരുടെ വികാരങ്ങൾക്ക്, എന്റെ വികാരം എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ വികാരങ്ങൾക്ക് ഇടം നൽകാനുള്ള ആ ഒരു അവസ്ഥയാണ്. അതായത് ആ നമ്മുടെ ആ മുന്നിലുള്ള വ്യക്തിയെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ, സാധാരണ സഹാനുഭൂതി എന്നുള്ള വ്യക്തിയോടോ ജീവിയോടോ ആണല്ലോ ഉണ്ടാവുക. അപ്പൊ ആ സത്തയോട് നമുക്ക് ഉണ്ടാകുന്ന ശ്രദ്ധയാണ്. ആ ഇടത്തിൽ നമ്മുടെ ബോധത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ പ്രദേശത്തുള്ള വികാസമാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. ഈ സഹാനുഭൂതി എന്നുള്ളത് മറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച ചില കാര്യങ്ങളായിട്ട് കണക്റ്റാണ്. ഇപ്പൊ അവിധി എന്നുള്ള കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യത്തെ കാണുന്നു, ആ സത്തയെ കാണുന്ന സമയത്ത് അതിന്റെ ഒരു അവസ്ഥയെ വിധിച്ചാൽ, അത് അങ്ങനെ ആയിപ്പോയത് അങ്ങനെയാണ് എന്ന് നമ്മൾ വിധിച്ചാൽ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോ ഉടനെ അതിനെ കണ്ട ഉടനെ വിധിക്കാതിരിക്കുക എന്നുള്ളത്, വിധി എഴുതാതിരിക്കുക എന്നുള്ളത് ഈ സഹാനുഭൂതി ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാര്യമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുക?
അതിന്റെ പിന്നില് ഇപ്പോ ആ ജീവി അല്ലെങ്കിൽ ആ സത്ത അനുഭവിക്കുന്ന ഇപ്പോഴത്തെ അനുഭവത്തിന്റെ പുറകിലെ അനുഭവം എന്താണ്, അതിന്റെ പുറകിൽ ഇപ്പൊ അനുഭവിക്കുന്ന അവസ്ഥയുടെ പുറകിൽ എന്താണുള്ളത് എന്നുള്ളത് നമ്മളൊരു അന്വേഷണം വരും. അത് വിധിക്കലുണ്ടെങ്കിൽ നടക്കില്ല, നമ്മുടെ ഉള്ളിൽ അന്വേഷണം വരില്ല. അവരിങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ആ പെരുമാറ്റത്തിന്റെ പിന്നിൽ എന്ത് വികാരമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. വിധിച്ചില്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. അത് ആയിരിക്കും ഇതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് നിഗമനം ചെയ്യാനെങ്കിലും പറ്റും. ആ വ്യക്തിയെ സമഗ്രമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിധി പാടില്ല. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സഹാനുഭൂതി ഉണ്ടാകണമെങ്കിൽ അവിധി എന്നുള്ളത് ഉണ്ടായിരിക്കരുത്. അവിധി ഉണ്ടായാൽ സഹാനുഭൂതി ഉണ്ടാവില്ല. ഈ സഹാനുഭൂതി എന്നുള്ളത് ഒരുതരം റെസ്പെക്ട് കൂടെയാണ്. റെസ്പെക്ട് എന്ന് വെച്ചാൽ റീസ്പെക്ട് ആണ്. ഒരിക്കൽ കണ്ടതിലും അധികമായി കാണുക, വീണ്ടും കാണുക എന്നുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഹുമാനം, ഒന്നിലധികം അളവിൽ കാണുക എന്നുള്ളത് ബഹുമാനം എന്ന് പറയുന്നത്. അപ്പോ ആ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നുള്ള വ്യത്യസ്തത അവർക്കുണ്ട്. ആ വ്യത്യസ്തതയെ അംഗീകരിക്കലാണ്, അല്ലെ? അവരുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകലാണ്. നമുക്ക് ഈ ഒരു സത്തയ്ക്ക് ഒരു പ്രത്യേക അവസ്ഥയുണ്ടാവും. ഒരു പെയിൻ ഉണ്ടാകുന്ന സമയത്ത് അവരനുഭവിക്കേണ്ടവരാണെന്നുള്ള ഒരു വിധി നമുക്കുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവരെന്നിൽ നിന്നും വ്യത്യസ്തരാണ്, അവരുടെ കാര്യം ഞാൻ നോക്കേണ്ടതില്ല എന്ന് പറയുകയാണെങ്കിലോ. ഇപ്പൊ റോഹിംഗ്യ മാരൊക്കെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അവര് എന്റെ പോലെയല്ല, ഒരു നാഷണാലിറ്റി ഉള്ളവരല്ല, അല്ലെങ്കിൽ എന്റെ മതത്തിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് അവരൊക്കെ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിലോ. നമുക്ക് അവരുടെ വ്യത്യസ്തത അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് ഈ സഹാനുഭൂതി ഉണ്ടാവുള്ളൂ. അവരുടെ അനുഭവങ്ങൾക്ക് എന്റെ അനുഭവം പോലെ വ്യത്യസ്തമായ ഒരു അനുഭവം അവർക്കുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്ന സമയത്താണ്, അതിന് പ്രാധാന്യം നൽകുമ്പോഴാണ് സഹാനുഭൂതി ഉണ്ടാവുക. അവരുടെ വ്യക്തിത്വത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം. അങ്ങനെയാണ് നമുക്ക് അവരുമായിട്ടുള്ള ഒരു സുരക്ഷിത ബന്ധം ഉണ്ടാക്കാൻ പറ്റുക. ആ സുരക്ഷിത ബന്ധം എന്ന് പറയുമ്പോ എന്താ പറയാ, ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സഹാനുഭൂതി ഉണ്ടാവുകയുള്ളൂ. അത് ആ സത്ത നമ്മുടെ സുരക്ഷിത മണ്ഡലത്തിൽ പെട്ടതാണെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് സഹാനുഭൂതി ഉണ്ടാവുക. ഈ സഹാനുഭൂതിയാണ് പിന്നെ നമ്മളെ പതുക്കെ കരുണയിലേക്ക് കൊണ്ട് കടത്തുന്നത്. അപ്പോ അവരുടെ അനുഭവത്തെ മനസ്സിലാക്കി അവരുടെ വേദനയെ തിരിച്ചറിഞ്ഞ് അവരെ കരുതൽ, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിന്റെ അവസ്ഥയിലേക്ക് പോയി അവരെ സഹായിക്കാനുള്ള സന്നദ്ധത ഉണ്ടായി. അത് പ്രവൃത്തിയായി മാറുന്ന ഒരവസ്ഥയിലാണ് സഹാനുഭൂതി എന്നുള്ള കരുണ എന്നുള്ളൊരു അവസ്ഥ ശരിക്കും ഉണ്ടാകുന്നത്, അല്ലെ? കരുണയെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. അപ്പോ എന്തായാലും അതിൽ നിന്നാണ് കരുണയിലേക്ക് എത്തുക. സഹാനുഭൂതിയിൽ നിന്നാണ് കരുണയിലേക്ക് എത്തുക. സഹാനുഭൂതി ഉണ്ടെങ്കിൽ മാത്രമേ സാമൂഹ്യ ജീവിതം എന്നുള്ളൊരു അവസ്ഥ സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് ഈ സഹാനുഭൂതിയാണ് ബന്ധങ്ങളെ ഉണ്ടാക്കുന്ന ഒരിടം. ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന പല മാനങ്ങളുണ്ട്. അതിലൊരു മാനം എന്ന് പറയുന്നത് സഹാനുഭൂതിയാണ്. എനിക്ക് എന്റെ കണ്ണിയായ മറ്റൊന്നിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെന്ന് കണ്ണി ചേരാനുള്ള ആ ഒരു കഴിവ് വരുന്നത് സഹാനുഭൂതി ഉള്ളപ്പോഴാണ്. അതിനും അപ്പുറത്ത്, അതിന്റെ പരിധിക്കും അപ്പുറത്തേക്ക് ചെന്ന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്താണുള്ളതെന്ന് എനിക്ക് അറിയാൻ കഴിയണം. അവിടെ ആണ് ആ ഒരു ഓവർലാപ്പിംഗ് കൃത്യമായിട്ട് നടക്കുക. അപ്പോ ബന്ധങ്ങളിൽ ആ വിധത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകും. സഹാനുഭൂതി എന്നുള്ളൊരവസ്ഥ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സമയത്താണ് സാമൂഹിക ജീവിതം പോസിബിൾ ആവുക. അവിടെ സ്വാഭാവികമായിട്ട് ബന്ധങ്ങളിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന് വിശ്വാസം ഉണ്ടാവും. നമ്മുടെ സംഘർഷങ്ങളിൽ കുറവുണ്ടാവും, പരസ്പര സഹകരണം ഉണ്ടാവും, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഐക്യം ഉണ്ടാവും, സമാധാനമായിട്ട് സഹകരണം. നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന മറ്റു ജീവികളുമായിട്ട് സഹാനുഭൂതിയുടെ അംശം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നിങ്ങളുടെ സാമൂഹിക ജീവിതം വിജയിക്കുക. സഹാനുഭൂതിയുടെ കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളിൽ ആ കണ്ണിചേരലിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മനഃപൂർവ്വം പൊളിക്കുക എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളാണ് ലോകം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുകളിൽ മറ്റേ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാ? നേരത്തെ ഡിവൈഡ് ആൻഡ് റോൾ എന്നുള്ള ആശയം മുൻപോട്ട് വെച്ചവരാണ്. അവിടെ സഹാനുഭൂതി അല്ല ഉള്ളത്. അപ്പോ നമ്മളിവിടെ ഒളിമ്പസിൽ ഈ സഹാനുഭൂതിയെ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വേർതിരിവിൽ നിന്നും പാരസ്പര്യത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ടാണ് കാണുന്നത്. മറ്റൊരാളിൽ കാണുന്ന നമ്മുടെ ബോധത്തെയാണ്
മറ്റൊരാളുടെ ഇടത്ത് നിന്ന് കാണുന്ന ആ ബോധത്തെയാണ് നമ്മൾ സഹാനുഭൂതി എന്ന് പറയുന്നത്. അത് ജീവന്റെ ആ ഒരു ഏകീഭാവമുണ്ടല്ലോ, ആ ഏകീഭാവത്തെ തിരിച്ചറിയുന്ന ദൃഷ്ടിയാണത്. അത് എന്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെ അവിടെയും എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ദൃഷ്ടിയാണ്. അത് എന്റെ ഉള്ളിലെ മൂല്യങ്ങളെ ഞാൻ അവിടെ പ്രതിഷ്ഠിച്ച് കാണുന്ന ആ ഒരു പ്രകടമാക്കലാണ് നമ്മുടെ സഹജീവിതത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണത്. അപ്പൊ ഇതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. ഈ സഹാനുഭൂതി ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ വിധത്തിലാണ്. നമ്മൾ ആദ്യം നിരീക്ഷിക്കണം, പിന്നെ അതിൽ നിന്നും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്ന സമയത്ത് അതുമായിട്ട് അനുഭാവത്തിലാവണം. ആ അനുഭാവം എന്നുള്ളത് കരുതലിലേക്ക് പോകണം, കരുതലിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് പോകണം, പ്രവർത്തനത്തിൽ നിന്നും സഹജീവിതത്തിലേക്ക് പോകണം. ഈ വിധത്തിലാണ് അത് സഹാനുഭൂതി എന്നുള്ളത് ഈ സാമൂഹിക ജീവിതത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോ സഹാനുഭൂതി എന്ന് പറയുന്നത് എന്റെ അനുഭൂതി എന്നിൽ ഞാൻ അറിയുന്നതിന് അപ്പുറം എന്റെ അതേ അറിവ് അപരന്റെ അനുഭൂതിയെ അറിയുന്ന അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ അവസ്ഥയിലാണ് ഞാൻ എന്നിലും അപ്പുറത്തേക്കുള്ള ആ വിപുലമായ ജീവജാലികയുടെ ഭാഗമായി ഇരിക്കാൻ, അതിനോട് കണ്ണിചേരാൻ എനിക്ക് യോഗ്യത വരിക. ആ കണ്ണിചേരലിന്റെ മുഖ്യമായ ഒരു യോഗ്യതയാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടോ എന്ന് പരിശോധിക്കുക, ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.